ഹാലിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ വഴിക്കടവ് സ്വദേശി ഉഷാക്കയെയാണ് ഹാലിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ഹാലിൽ ഖബറടക്കും. മലപ്പുറം വെസ്റ്റ് കോഡൂരിൽ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് താഴെ വീണ് പയ്യന്നൂർ സ്വദേശി മരിച്ചു. മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം 51 ഗ്രാം MDMAയുമായി 3 യുവാക്കൾ പിടിയിൽ. നുഹ്മാൻ ജംഗ്ഷനിലെ ഹോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശി നഹാസ്, പുളിക്കൽ സ്വദേശികളായ ശിഹാബുദ്ദീൻ, കെ സക്കീർ എന്നിവരെയാണ് പിടികൂടിയത്. വീട്ടമ്മയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്ന് ക്വാറിക്കുളത്തിലും ജലാശയങ്ങളിലും തിരച്ചിൽ നടത്തി. കൊളത്തൂർ തെക്കേക്കര മണക്കാട്ടുതൊടി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ രാധയെയാണ് വീട്ടിൽ നിന്നും കാണാതായത്. 1 കിലോമീറ്റർ അകലെയുള്ള കല്ലിരട്ടിയിലെ ആഴമേറെ ക്വാറിക്കുളത്തിന്റെ പരിസരങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. കോട്ടക്കലിൽ അശ്രദ്ധമായ ഡ്രൈവിംഗിനെ തുടർന്ന് അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാകുന്നതിനിടെ പരിശോധന ശക്തമാക്കി എൻഫോഴ്സ്മെന്റ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 12 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തു. മുത്തേടം പഞ്ചായത്തിലെ താഴെപ്പലാങ്കരയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വിള നശിപ്പിച്ചു. കരുളായി വനത്തിലെ കല്ലേന്തോട് ഭാഗത്തു നിന്നാണ് ആനക്കൂട്ടം കൃഷിയിടത്തിലേക്ക് വന്നത്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയവയാണ് നശിപ്പിച്ചത്. മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി നിർമ്മാണ സ്ഥലത്ത് കാട് കരാറുകാരന്റെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. വരുന്ന ദിവസങ്ങളിൽ പ്രവൃത്തികൾ പുനരാരംഭിക്കും. നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റുകളിൽ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം വരുന്നു. ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെയുള്ള റെയിൽവേ പാതയിലെ മുഴുവൻ ഗേറ്റുകളിലും വലിയ ചരക്ക് വാഹനങ്ങൾക്കാണ് നിയന്ത്രണം. ഇതിന്റെ ഭാഗമായി ഗേറ്റുകൾക്ക് ഇരുവശമുള്ള പാതയിൽ കമാനം നിർമ്മിക്കുന്നതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.